നമ്മുടെ ഇന്ത്യയിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളുമായിട്ട് ചർച്ചകൾ നടത്താറുണ്ട്. അതിൽ കൂടുതലും ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജപ്പാനിൽ നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ വേളയിൽ ജപ്പാൻ ഇന്ത്യയിൽ 10 ട്രില്യൺ യെൻ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. 2022 ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ച സമയത്ത് 5 ട്രില്യൺ നിക്ഷേപം നടത്താൻ തയ്യാറായിരുന്നു. ഇപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി. ഒരുപക്ഷെ ഇന്ത്യയുടെ വളർച്ച ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയേക്കാൾ കൂടുതൽ ടെക്നോളജി പരമായിട്ട് വളർച്ചയുള്ള രാജ്യങ്ങളാണ് ചൈനയും ജപ്പാനും ഒക്കെ, അവരുടെ പല കണ്ടുപിടുത്തങ്ങളും. പക്ഷേ ജപ്പാനെ പോലുള്ള ഒരു രാജ്യം ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാവുമ്പോൾ വരും നാളുകളിൽ ഇന്ത്യയിൽ നിന്ന് വളരെ മികച്ച വ്യാവസായിക രംഗത്തും ടെക്നോളജി പരമായിട്ടും മറ്റുമൊക്കെ ഇന്ത്യക്ക് വലിയ വളർച്ച ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയല്ലേ അവർ അങ്ങനെ ഒരു നിക്ഷേപം നടത്താൻ തയ്യാറാവുന്നുണ്ടാവുക? ഇന്ത്യയും ജപ്പാനും തമ്മിൽ എത്രയോ കാലങ്ങളായി, ദശാബ്ദങ്ങളായി തന്നെ നമ്മുടെ രാജ്യവുമായിട്ടുള്ള ശക്തമായിട്ടുള്ള വ്യാപാര ബന്ധവും അതോടൊപ്പം തന്നെ അവരുടെ FDI ഇവിടെ നിരന്തരമായി നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വിദേശ ബന്ധത്തെ സംബന്ധിച്ചാണെങ്കിലും നിക്ഷേപക ബന്ധത്തെ സംബന്ധിച്ചാണെങ്കിലും ഉള്ളത്. ഇപ്പോൾ ഹോണ്ടയുടെ കാര്യത്തിലാണെങ്കിലും പിന്നീട് ഫിജി വന്ന സമയത്താണെങ്കിലും സുസുക്കി ഇന്ത്യയിലേക്ക് വന്ന സമയത്താണെങ്കിലും ഒക്കെ എത്രയോ കാലങ്ങളായിട്ടുള്ള വ്യാപാര ബന്ധം ഇന്ത്യയുമായിട്ട് നിലനിർത്തുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. പ്രത്യേകിച്ച് ഒരു ഏഷ്യൻ രാജ്യമെന്ന നിലനിലയ്ക്ക് വളരെ വലിയ ശക്തമായിട്ടുള്ള ബന്ധം മാത്രത്തിലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യമുള്ളത്, ജപ്പാൻ അറിയാമല്ലോ, 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെല്ലാം സാമ്പത്തികപരമായും ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ യുദ്ധക്കെടുതി അനുഭവിച്ചതുമായിട്ടുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. പ്രത്യേകിച്ച് അവരുടെ ഒരു പ്രദേശം തന്നെ, ഒരു പ്രവിശ്യകൾ തന്നെ നഷ്ടപ്പെടുകയും ജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ദുരിതമനുഭവിക്കുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ്. അവിടെ നിന്ന് അവർ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായി ജപ്പാൻ മാറുകയാണ് പിന്നീട്. അപ്പോൾ കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒക്കെ ഒരു പിൻബലമുള്ള രാജ്യമാണ് ജപ്പാൻ. അങ്ങനെയുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ളതും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗ്രോത്ത് കാണിക്കുന്നതുമായിട്ടുള്ള ഇക്കോണമിയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ GDP വളർച്ച കാണിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. മറ്റൊരു രാജ്യത്തിനും അത്രയും GDP വളർച്ച കഴിഞ്ഞ 2-3 വർഷങ്ങളായി കാണാനില്ല. 2020-21 കാലഘട്ടത്തിലെ കൊറോണ കാലഘട്ടത്തിന് ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച കാണിക്കുന്ന GDP കാണിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഈ വർഷത്തെ സാമ്പത്തിക വളർച്ച ഈ അനുപാതത്തിൽ കാണിക്കുന്നത് 7.5 എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. 6% മുകളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വാർഷികമായിട്ടുള്ള നമ്മുടെ GDP വളർച്ച എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത്രയും സാമ്പത്തിക വളർച്ച നേടുന്ന ഒരു രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക നയവും മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ കഴിയുന്ന മൾട്ടിനാഷണൽ കമ്പനികളെ സംബന്ധിച്ചാണെങ്കിലും ആ രാജ്യത്തിൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ആ തരത്തിൽ അവരുടെ ബിസിനസ് എക്സ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഇന്ത്യ ഗവൺമെൻറ് ചെയ്യും എന്ന തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെ സംബന്ധിച്ചാണെങ്കിലും വ്യാവസായിക വളർച്ചയുടെ ഘട്ടങ്ങളിലാണെങ്കിലൊക്കെ മാറിയിരിക്കുന്നു. സ്വാഭാവികമായും ഇപ്പോൾ പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് പോയിരിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്, ആഗോള രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അമേരിക്കയുടേതായിട്ടുള്ള ഒരു തൻപ്രമാണിത്വം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യക്ക് മേലെ ചെലുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ ചേരിയുടെ ഭാഗമായിരുന്നില്ല പല കാലഘട്ടങ്ങളിലും നമ്മൾ റഷ്യക്കൊപ്പം നിന്നുകൊണ്ട് ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിൽ മുന്നോട്ട് പോയിരുന്ന രാജ്യമാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൻ്റെ ഇടയിലേക്ക് നമ്മുടെ വ്യാവസായിക വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് അമേരിക്കയുടെ ശ്രദ്ധ കൂടി കൊണ്ടുവരികയും അവരുടെ ടെക്നോളജി കൂടി അവരുടെ ബിസിനസ് സാധ്യതകൾ കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം മോഡിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾക്കും ഇന്ത്യയുടെ ബിസിനസ് താല്പര്യങ്ങൾക്കും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാമ്പത്തിക ക്രമത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലവും നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇക്കോണമി പെട്ടെന്നുള്ള വളർച്ചയ്ക്ക്
സഹായകരമാകുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നയവും അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു സ്വയം നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ പല മേഖലകൾ മാറി. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മേഖലയെ സംബന്ധിച്ച്, നമ്മുടെ ബാങ്കിങ് മേഖലയെ സംബന്ധിച്ച്, നമ്മുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സ്ഫോടനാത്മകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നെറ്റ്വർക്കിംഗ് സംവിധാനത്തിനെ സംബന്ധിച്ച്, നമ്മുടെ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നെറ്റ് ബാങ്കിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യ മാറുന്നു എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സൂചനകൾ നമ്മുടെ ഇക്കോണമി കാണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ അതിൻ്റെ ഗുണഫലങ്ങൾ രാജ്യത്തിൻ്റെ ഗുണഫലങ്ങൾ ലോകത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ലഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇക്കോണമി മാറിയിരിക്കാൻ. അപ്പോഴാണ് അമേരിക്ക നമുക്കെതിരെ ഒരു തീരുവ ചുങ്കം ചുമത്തിക്കൊണ്ട്, ശരിക്കും അതൊരു തീരുവ ചുമത്തലാണോ എന്ന് ചോദിച്ചാൽ തീരുവ ചുമത്തലല്ല, അതൊരു പിഴ ഈടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അമേരിക്കക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? നമ്മൾ റഷ്യയുമായി വ്യാപാരം നടത്തുന്നത്, റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ടെക്നിക്കൽ നോഹൗ എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെയും നമ്മുടെ ട്രേഡ് കാലങ്ങളായി നടക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണല്ലോ നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് റോ പെട്രോളിയം വാങ്ങുകയും അത് നമ്മുടെ രാജ്യത്ത് ശുദ്ധീകരിച്ച് മറ്റു രാജ്യങ്ങളിലൊക്കെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഇക്കോണമിയിലേക്ക് നമ്മൾ മാറിയത്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അത് ഈ അമേരിക്കയുടെ താല്പര്യത്തിനെതിരാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക റഷ്യയോട് കാണിക്കുന്ന ആ വ്യാപാര നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ റഷ്യയുടെ പങ്ക് സ്വാഭാവികമായും ഉക്രൈനുമായി നടക്കുന്ന ചില തർക്കങ്ങളിൽ അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അമേരിക്ക ഇന്ത്യക്കെതിരെ ഒരു സാങ്ഷൻ കൊണ്ടുവരികയാണ്. ഈ സാങ്ഷനിങ് നേരത്തെയും അമേരിക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അമേരിക്ക അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ ഒരു ഉപരോധം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് പരാജയപ്പെട്ടു. വളരെ ദയനീയമായി പരാജയപ്പെടുകയും അമേരിക്ക പിന്മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ആ കാലത്തിലുണ്ടായത്. ഇപ്പോൾ അമേരിക്ക കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അധിക തീരുവ ചുങ്കം ചുമത്തിക്കൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് 8,200 ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാപാര കരാറിൻ്റെ ഭാഗമായി അമേരിക്കയ്ക്കുള്ളത്. അതിൽ ഏതാണ്ട് 6,000-ഓളം വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുവ ചുങ്കം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയിലെ ആകെയുള്ള അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ ഏതാണ്ട് 60% വരുന്ന വസ്തുക്കളിലേക്ക് ഇതിന് ബാധകമാകുന്ന തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ജപ്പാനുമായി ചേർന്നുകൊണ്ടുള്ള പുതിയ വ്യാപാര നയത്തിലേക്ക് ഇന്ത്യ മാറുന്നത്. അത് വലിയൊരു ലോകക്രമത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ ഒരു പരിധിവരെ ഇനിയിപ്പോൾ നമുക്ക് അവിടെ കയറ്റുമതി പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജപ്പാനിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവുമോ ഈ ഒരു സന്ദർശനത്തോടെ? അങ്ങനെ പൊതുവെ കാണേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അമേരിക്കക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ, പ്രത്യേകിച്ച് അവരുടെ ദൈനംദിന ഉപഭോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുക്കളാണ് പലതും കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് തീരുവ ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ തന്നെ അമേരിക്കയുടെ മാർക്കറ്റിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടായി. അമേരിക്കയിലെ വസ്തുക്കളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഒരു പരിധി വിട്ട് അമേരിക്കയിലെ കൺസ്യൂമർ മാർക്കറ്റിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ അമേരിക്കയിലെ പ്രഗത്ഭരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധന്മാരും അവരുടെ ആഗോള ഭീമന്മാരായിട്ടുള്ള ആളുകളുമൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തി തുടങ്ങി. അവരുടെ സെനറ്റർമാർ, അവരുടെ ഗവർണർമാർ അവരൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങി. എന്തിന്? അമേരിക്കൻ കോടതിയടക്കം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ കോടതിയടക്കം പറഞ്ഞിട്ടുള്ളത് അത് പുനഃപരിശോധിക്കണം, അതൊരു ശരിയായ തീരുവ ചുമത്തലല്ല എന്ന് കോടതികൾ അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് അമേരിക്കൻ സിസ്റ്റം മാറിയിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ പ്രധാനമായും അമേരിക്കയിലെ നല്ലൊരു ശതമാനം കൺസ്യൂമർ മാർക്കറ്റിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ആ മാർക്കറ്റിനെ തള്ളിക്കൊണ്ട്, ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മാർക്കറ്റിനെ തള്ളിക്കൊണ്ട് മറ്റൊരു രാജ്യത്തെയും ആശ്രയിച്ചുകൊണ്ട് ഒരു പരിധി വിട്ട് അമേരിക്കക്ക് ആ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അത് ജപ്പാനിലേക്ക് പോവുക എന്നുള്ളതല്ല, അമേരിക്ക പിന്നോട്ട് പോകേണ്ടി വരും. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ഇനി അഥവാ അമേരിക്ക അതുമായി മുന്നോട്ട് പോയാൽ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിലേക്ക് ഇന്ത്യ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇക്കോണമി ഒന്ന്, നമ്മൾ തീരുവ കുറയ്ക്കുന്നതിനെക്കുറിച്ച് GST ആ വസ്തുക്കൾക്ക്, അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇന്ത്യയിൽ തീരുവ കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അത് തീരുമാനമാകാനിരിക്കുന്നു. മറ്റൊന്ന്, മറ്റു രാജ്യങ്ങളിലേക്ക് ആ മാർക്കറ്റ് നമ്മൾ മാറ്റുന്നതോടുകൂടി അല്ലെങ്കിൽ നമ്മളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതോടുകൂടി നമുക്കതിന് ഒരു പക്ഷേ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൺസ്യൂമർ ഐറ്റങ്ങളെ സംബന്ധിച്ച്, വസ്തുക്കളെ സംബന്ധിച്ച് അമേരിക്ക രണ്ടാമതൊന്നും ആലോചിക്കേണ്ട സാഹചര്യം
അടിയന്തരമായി അമേരിക്കയിൽ തന്നെ സംജാതമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഭരണകൂടത്തിന് പിന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ളതിൻ്റെ സൂചനകൾ അവിടെ നിന്ന് തന്നെ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് രാജ്യങ്ങൾക്ക് മേൽ നടത്തുന്ന ഒരു നടപടി പോലെ ഇന്ത്യക്ക് മേലൊരു നടപടി നടത്താം എന്നുള്ള അമേരിക്കയുടെ ലോക പോലീസിംഗ് സംവിധാനം അത് എത്രത്തോളം വിലപ്പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്.